പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം 2 പേരിൽ ഒരാൾ ആയിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അഥവാ അവർ 2 പേരും നബിയും, അതായത് അബൂബക്കറും, ആ ഗുഹയിലായിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം. അപ്പോൾ അള്ളാഹു തൻ്റെ വകയായുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കി കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ വാക്കാണ് ഏറ്റവും ഉയർന്നത് നിൽക്കുന്നത്. അള്ളാഹു പ്രതാപിയും മുക്തിമാനുമാകുന്നു. അപ്പോൾ പ്രവാചകനെ സഹായിക്കാൻ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അള്ളാഹു സഹായിക്കും. ആരോരുമില്ലാത്ത സമയത്തും പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പിന്നെ ചുറ്റുവട്ടം വീട് ചുറ്റും വളഞ്ഞ ശത്രുക്കളെ പ്രവാചകൻ ഒറ്റക്കാണ് നേരിട്ടത്. വെറും ഒരു പിടി മണ്ണും ഷഹാദത്തിൽ വജൂഹിലെ വജൂഹിലുള്ള പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് പ്രവാചകൻ മുഴുവൻ ആ ശത്രുക്കളെ നേരിട്ടത്. അപ്പോൾ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഗുഹയിലും സൗർ ഗുഹയിൽ വെച്ചിട്ടും പ്രവാചകൻ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? പിന്നെ മദീനയിലേക്ക് പുറപ്പെടുന്ന യാത്ര തലേന്ന് എന്ത് ചെയ്തു? സ്വന്തം വീട്ടിൽ അലി റളിയല്ലാഹുവിനെ വിളിച്ചു കിടത്തുകയും സ്വന്തം പുതപ്പ് അലി റളിയല്ലാഹുവിനെ ഇട്ട് മൂടുകയും ചെയ്തു. അങ്ങനെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക രക്ഷയും കാരുണ്യവും ഒക്കെ കിട്ടും നമുക്ക്. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, മുമ്പത്തെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പണ്ട് ഞാനിങ്ങനെ മാനസിക അസ്വസ്ഥതയുള്ള സമയത്ത്, ആധുനിക ശാസ്ത്രം മാനസിക അസ്വസ്ഥത എന്ന് പറയും. ഞാൻ പാടുന്ന ഈമാനിൻ്റെ ഒരു ഊർജം എന്നുള്ളത്. ചില സമയങ്ങളിൽ എനിക്ക് ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കുകയും ചില സമയത്ത് രാത്രി ഉറക്കമില്ലാതെ ആവുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? തഹജ്ജുദ് നിസ്കരിക്കുകയും രാത്രി മുഴുവൻ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയും ദിക്ർ ചൊല്ലുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കവും നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് പറക്കാൻ തുടങ്ങും, അല്ലേ? ഒരു മനുഷ്യന് 3 ദിവസത്തിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ വിവരിക്കാനാവാത്ത സ്ഥിതി വിശേഷമാണ് ഉണ്ടാകുമെന്ന് പറയാം. അപ്പം കുറച്ച് ദിവസം ഉറക്കമില്ലാതിരിക്കുകയും അങ്ങനെ ഉറക്കമില്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ ദിക്ർ ചൊല്ലുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ ഒരു ഊർജം കൂടി വരും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ പിന്നെ മറ്റൊരാളായി മാറും. മനസ്സിലല്ലേ? എൻ്റെ സ്വഭാവത്തിൽ നടത്തത്തിലൊക്കെ ചില മാറ്റം ഒക്കെ ഉണ്ടാവും. മനസ്സിന് നല്ല സന്തോഷമുണ്ടാവും. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും വലിയൊരു കുഴപ്പമുണ്ടാവില്ല, എന്നാലും കുഴപ്പങ്ങളുണ്ടാവുകയും ചെയ്യും. മദ്യപിച്ച ആൾക്കാരെ പോലെ കാലുകൾ ഇടറുകയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ഓർമ്മശക്തിയും ഒക്കെ ആയിരിക്കും. ഭയങ്കര ഓർമ്മശക്തിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നല്ല വേഷങ്ങൾ ധരിക്കും. ഇപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യും, മീശ പിടിക്കും, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യും. ഭയങ്കര ബുദ്ധി കൂർമ്മത ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ മേജിക്കുകാരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അത്രക്കും അശ്രദ്ധയും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ പല ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തു? ഒരു വാഹനം, ഇടയ്ക്കൊരു വാഹനം വാങ്ങി. അതൊക്കെ ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ സമയത്താണ്. എന്നുവെച്ചാൽ ഞാനതിനെ ഈമാനിക വിശ്വാസം എന്ന് വിളിക്കും. അന്ന് പിന്നെ വീട്ടിൽ ഇങ്ങനെ പണം ഉണ്ട് എന്നറിഞ്ഞു. എൻ്റെ വൈഫിൻ്റെ പൊന്നിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി പിന്നെ വായ്പ ചോദിച്ചിരുന്നു. അപ്പം അദ്ദേഹം അത് പ്രയാസം കൊണ്ട് തന്നിട്ടില്ല. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ചോദിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് മറ്റൊരു വ്യക്തി പറഞ്ഞു, തന്നല്ലോ, ഇന്നലെ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞു.
അപ്പോൾ ആ സമയത്ത് എനിക്ക് മാനസിക അസ്വസ്ഥത സമയത്ത് അപ്പോൾ ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്താണ് വെച്ചിട്ടുണ്ടാവുക എനിക്ക് മനസ്സിലാവുകയും ഞാനത് എടുക്കുകയും ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കുകയും അയാൾ പണം തരികയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് എൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെ പണിയെടുക്കുന്നത്, അപ്പോൾ ടൗണിലൊരു ഷോപ്പിൽ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വിളിച്ചപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ പണം കൊണ്ട് ഞാനൊരു ബൈക്ക് വാങ്ങി. അങ്ങനെ ബൈക്കൊക്കെ വാങ്ങി അത് വേറെ അങ്ങനെ സംഭവം നടന്നു. ആ ബൈക്ക് വാങ്ങുകയും പിന്നെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കെട്ടടങ്ങിപ്പോയി. ആ ഈമാനിക്കത് കെട്ടടങ്ങിപ്പോയി. വല്ലാതെ ഓവറാകുമ്പം വീട്ടുകാർക്ക് സംശയം തോന്നുകയും അങ്ങനെ മാനസിക ഡോക്ടറെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ ഗുളിക വെച്ചാൽ പല നമ്മളെ വളരെ ഇതാക്കാനുള്ള നമ്മളെ നാഡി ഞരമ്പുകൾ തളർത്തുന്ന ഗുളികയാണ്. അതുമാത്രമല്ല അത് അലോപ്പതിച്ച സാത്താനിസമാണല്ലോ, അതിൽ വലിയ സാത്താനിക മരുന്നുകളിലുണ്ടാവും. വെച്ചാൽ ഇപ്പോൾ ഈ മാനികമായിട്ടുള്ള സമയത്ത് മാലാഖമാരുമായി സഹവാസം എനിക്കുണ്ടാവും. മനസ്സിലെ മാലാഖമാർ കൂടുതലായിട്ട് എന്നിൽ ഉണ്ടാവുകയും സഹായം ഉണ്ടാവുകയും അവരെല്ലാ സഹായവും നൽകുകയൊക്കെ ചെയ്യും. പക്ഷേ ഗുളിക കഴിക്കുന്നതോടുകൂടി നാഡീ ഞരമ്പുകൾ തളർത്തുന്നതാണെന്നവർ പറയും. പക്ഷെ കൂടത്തിൽ ഉണ്ടാവും, അതിൽ കൂടുതൽ പല അശുദ്ധ വസ്തുക്കൾ ചിലപ്പോൾ അതിലുണ്ടാവും. ഇപ്പം മൂത്രം, നായയുടെ മൂത്രം, പന്നിയുടെ സ്രവം, പന്നിയുടെ മൂത്രം, ഇതൊക്കെ ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ആ ഗുളികയെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, മാലാഖമാരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടു പോവുകയും നമ്മൾ കാറ്റൊഴിഞ്ഞ ബലൂണ് പോലെയാവുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഒരു 5-6 മാസത്തോളം ഗുളിക കഴിക്കേണ്ടി വരും. പിന്നെ ഡോക്ടർ പതുക്കെ ഗുളികയുടെ ആ ഡോസ് കുറച്ച് കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. പരിപൂർണ്ണ നിർത്തും. അങ്ങനെ പിന്നെ രണ്ടാമതും ജീവിതത്തിൽ ചില പ്രയാസങ്ങളും അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ യൂസുഫുൽ ഖർദാവിയുടെ ഇസ്ലാം മതം അവരുടെ വിശ്വാസവും ജീവിതവും, മൗദൂദി സാഹിബിൻ്റെ ഇസ്ലാം മതം തുടങ്ങിയ പുസ്തകങ്ങൾ, കുത്തുബാത്ത്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ആദർശം വായിക്കാനിടയിൽ വരികയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഈമാനികമായ ഊർജ്ജം വരികയും വീണ്ടും അസുഖം വരികയൊക്കെ ചെയ്യും. മറ്റൊരു ദിവസമാണ് അങ്ങനെ അത് പണ്ടത്തെ ആ സംഭവം കഴിഞ്ഞു. പിന്നെ അങ്ങനെ മറ്റൊരു സമയത്ത് അന്ന് എനിക്ക് വേറൊരു പഴയ ബൈക്ക് വിറ്റു. വൈഫിൻ്റെ വീട്ടുകാരെ പണം തിരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ബൈക്ക് വിറ്റു. പണം എങ്ങനെ കൊടുത്തു. ആ ബൈക്കാണ് നഷ്ടത്തിന് 10,000 രൂപ നഷ്ടത്തിന് വിൽക്കേണ്ടി വന്നു. പണം മറ്റുള്ളവരുടെ വായ്പ ചോദിച്ചാൽ പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു, പൊന്ന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇത് വന്നു, മാനസിക അസ്വസ്ഥത വന്നു. അന്ന് ഞാൻ ഇങ്ങനെ മറ്റൊരു അന്ന് ഒരു മുതലാളി എനിക്കൊരു ബൈക്ക് തന്നിരുന്നു. ഇതിനെ ഓർഡർ പിടിക്കാനും ഒക്കെ ആയിട്ട് ബൈക്ക് തന്നിരുന്നു. അപ്പം അതെടുത്ത് ഞാൻ എന്ത് ചെയ്തു, അന്നാണ് ഞാൻ മീശയൊക്കെ മേടിച്ചത്. മീശ മേടിക്കാൻ തോന്നും, അപ്പോൾ അത് ചെയ്യും. പിന്നെ നല്ല നല്ല വേഷങ്ങൾ ധരിക്കും, ഷൂ ഇടും ഒക്കെ ചെയ്യും. അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് ബൈക്ക് വാങ്ങിയ സമയത്ത് ഷൂവും വാങ്ങിയിരുന്നു. ആ ഷൂ എന്ത് ചെയ്തു, പിന്നെ ഈ അസുഖം മാറിയപ്പം, രോഗം മാറുമ്പോൾ എന്ത് ചെയ്യും, ഷൂ എടുത്ത് മൂലക്കെ കെട്ടിപ്പൂട്ടി കവറിലാക്കി എവിടെയെങ്കിലും വെക്കും. പിന്നെ അത് ശ്രദ്ധിക്കുകയില്ല. പക്ഷേ ഈ രോഗം വരുമ്പോൾ അദൃശ്യമായ ഷൂ എൻ്റെ കണ്ണിലെത്തിപ്പെടും. മൂസാ നബിയുടെ കയ്യിലേക്ക് വടി വീണ മാതിരി. മൂസാ നബി പിന്നെ സക്കരിയ നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ, മകളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നല്ലോ. അപ്പം എൻ്റെ മകളെ 8 വർഷം എൻ്റെ മകളെ വിവാഹം കഴിച്ചുകൊള്ളൂ, 8 വർഷം നമുക്ക് വീട് പണി ചെയ്ത് തന്നാലും എന്ന ഉപാധിയോട് കൂടി കല്യാണം കഴിച്ചില്ല. അങ്ങനെ സമയത്ത് ഒരു വടി വേണം എന്ന് പറഞ്ഞു, ആടിനെ മേയ്ക്കാൻ. അപ്പോൾ ഞാൻ മുറിയിലുണ്ട് വടി. ഞാൻ മൂസാ നബി പോയപ്പോൾ ഒരു വടി അദ്ദേഹത്തെ കയ്യിലേക്ക് വടി കണ്ടെത്തി. വടിയായിട്ട് സക്കരിയ നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ സക്കരിയ പറഞ്ഞു, ആ വടി വെക്കരുത്, അത് നമ്മുടെ പിതാമഹന്മാരുടെ വടിയാണ്. ആദം നബിയുടെ അല്ലെങ്കിൽ മറ്റു ഈശീസ് നബിയുടെ ഒക്കെ വടിയാണ്, അത് എടുക്കരുത്, അവിടെ കൊണ്ടേ വെക്കാം. വേറെ വടി എടുക്കാൻ നോക്കുമ്പോഴും വീണ്ടും ആ വടി തന്നെ മൂസാ നബിയുടെ കയ്യിലേക്ക് വന്നു. എന്നെ ഉപേക്ഷിക്കരുത്, നിങ്ങളുടെ കൂടെ വരാൻ പിന്നെ എനിക്ക് താല്പര്യമുണ്ട്. രണ്ടാമത് കൊണ്ടുവന്നപ്പം സക്കരിയ നബി പറഞ്ഞു, എന്നാൽ അത് എടുത്തോന്നു. അതുപോലെ തന്നെ
ഈ ഷൂക്കേട് വരുമ്പോഴൊക്കെ എനിക്ക് ആ ഷൂ കയ്യിൽ കിട്ടുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. എൻ്റെ അമ്മ പറയും ആ ഷൂ കൊടുക്കണം, ആ ഷൂ അണ്ണാച്ചി കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അത് കൊടുക്കാനൊക്കെ കഴിയാറില്ല. ഞാനത് കേടുവരുന്നവരെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ മറ്റൊരു ദിവസം എനിക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ ഈ ഷൂ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ മീശയൊക്കെ മേടിച്ചു, താടിയും മേടിച്ചു. അങ്ങനെ ബൈക്ക് എടുത്ത് തോന്നല, മനസ്സിൽ തോന്നുക എന്നോട് പോയാലോ, വെറുതെ ഇരിക്കാൻ തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പള്ളിയിൽ പോവുക, ആളുടെ പോവുക, സംസാരിക്കുക, എവിടെയും ഒരു ഇരിപ്പുറക്കാത്ത മതി. അവിടെ എല്ലാത്തിലും പോയി ഇടപെടും. ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ പോവുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുകയും ഒരു പ്രത്യേക അനുഭൂതിയാണ്. പല ആൾക്കാരും നമ്മളെ തിരഞ്ഞു വരികയും പല ആൾക്കാർ നമ്മോട് സലാം പറയുകയും നമ്മോട് ഇങ്ങോട്ട് സലാം പറയാത്ത പല ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് സലാം പറയുകയും നല്ല കാലാവസ്ഥയും വരും. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഒന്നും ആയിരിക്കില്ല. നമുക്ക് എല്ലാത്തിനും സൗകര്യമുള്ളൊരു കാലാവസ്ഥ. മഴക്കാലമാണെങ്കിൽ മഴയെല്ലാം ചോർന്ന് നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ഉള്ള നല്ലൊരു കാലാവസ്ഥ വരും. ഒക്കെ നമുക്ക് അനുകൂലമായി വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തോന്നുക ചെയ്യുക, ഇന്ന് ഇവിടെ പോയാലോ അവിടെ പോയാലോ. അങ്ങനെ ഞാൻ ഭാര്യ വീട്ടിൽ പോയി സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ബൈക്ക് എടുത്ത് നേരെ എന്ത് ചെയ്തു, വയനാട്ടിലേക്ക് പോയി. അതിന് മുമ്പ് ഒരിക്കൽ വയനാട്ടിലേക്ക് പോയിരുന്നു, മറ്റേ പുതിയ ബൈക്കുമായിട്ട്. പക്ഷെ വഴി തെറ്റിപ്പോയി, വയനാട്ടിലേക്ക് എത്തിയില്ല, വേറെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടുപോയി. അങ്ങനെ ബൈക്ക് അവിടെ കുടുങ്ങി, ബൈക്ക് കേടുവരികയും പിന്നെ അവിടെ ബസ്സിന് വരികയും ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്തൊരു ഫോണും വാങ്ങി. അങ്ങനെ സമയത്ത് അദൃശ്യമായൊരു ഫോണ്, റിലയൻസ് ഫോണ് വിൽക്കാൻ വേണ്ടി ഒരാൾ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അന്ന് ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. റിലയൻസ് ഫോണ് കൊടുക്കുന്നുണ്ട്, 500 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റേഷൻ കാർഡും വേണം, വേറെന്തോ സാധനം കൂടി വേണം, ഐഡൻറ്റിറ്റി കാർഡും വേണം. റേഷൻ കാർഡും ഐഡൻറ്റിറ്റി കാർഡും അത് വേണം താനും. അപ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ ബൈക്കിന് വേണ്ടിയത് എൻ്റെ കീശയിലുണ്ട്, റേഷൻ കാർഡും. അപ്പോൾ അത് കൊടുക്കുകയും കിട്ടുകയും ചെയ്തു. അപ്പോൾ അടുത്ത പീഡിയക്കാരനൊക്കെ അത്ഭുതപ്പെട്ടു. റേഷൻ കാർഡ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വലത്തെ കീശയിൽ നിന്ന് റേഷൻ കാർഡ് കൊടുത്ത്, പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇടത്തെ കീശയിൽ നിന്ന് എന്താണ് ഭയങ്കര സംഭവം തന്നെയാണല്ലോ ഈ കാർഡ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ അന്ന് റേഷൻ കാർഡ് എടുത്ത് പോകാൻ നേരത്ത് തീരുമാനിക്കുകയും ആ സമയത്ത് അയാൾ വരികയും അപ്പോൾ ആ സമയത്ത് അയാൾ വന്ന് ഈ ഫോണ് ചോദിച്ച സമയത്ത് ഒരാളില്ലാതിരിക്കുകയൊക്കെ ചെയ്തത് അള്ളാഹുവിൻ്റെ ഒരു ഇതാണ്, ഇടപെടലാണെന്ന് തോന്നും. അങ്ങനെ ഈ ഫോണ് പിന്നെ ബൈക്ക് നന്നാക്കാൻ പൈസ ഇല്ലാണ്ടാവുകയും ഈ ഫോണ് അവിടെ ഗ്യാരൻ്റി ആയി കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ അതൊക്കെ തിരിച്ച് വാങ്ങുകയും ചെയ്തു. പണമൊക്കെ കൊടുക്കാനൊക്കെ വീട്ടിൽ നിന്ന് പണമൊക്കെ ഒപ്പിച്ച് വാങ്ങുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ രണ്ടാമത് ഞാൻ പോയി. അന്ന് പിന്നെ മുതലാളിൻ്റെ ബൈക്ക് എടുത്താണ് പോയത്. ആരും ചോദിക്കാനായിട്ട് പോവുകയും അങ്ങനെ ആ സമയത്ത് പോകുന്ന സമയത്ത് ഒരു കൂട്ടർ പറഞ്ഞ് അങ്ങോട്ടേക്ക് അന്ന് രാത്രി യാത്ര നിരോധനമുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് ഇതുണ്ട്, 2-3 സ്ഥലത്ത് ഇത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റിനുള്ളിലൂടെ ഞാൻ അതിനൊക്കെ രക്ഷപ്പെട്ടു പോയി. രണ്ടാമത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ബുദ്ധി ദൈവം തോന്നിച്ചു. എന്താണ്, ഗുഡ് മോർണിംഗ് സാർ എന്നുണ്ട് പറഞ്ഞു. അപ്പോൾ രാത്രി 1 മണി സമയത്താണ് തോന്നുന്നത്. ഞാൻ ഗുഡ് മോർണിംഗ് സാർ എന്നുണ്ട് പറഞ്ഞു, അങ്ങോട്ട് പോയി. അപ്പോൾ അവർ ചോദിച്ചു മറ്റേതോ പോലീസുകാരായിട്ടാണെന്ന് വിചാരിച്ചിട്ട് അവർ പിന്നെ മൈൻഡ് ചെയ്തതുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തന്ത്രമാണ് ആ സമയത്ത് അങ്ങ് തോന്നിപ്പിക്കാൻ അങ്ങനെ പോവുകയും പിന്നെ മറ്റൊരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഇവർ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്ത് പിന്നെ തടയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തു. പറഞ്ഞു വരുന്നത്, ആ സമയത്ത് നമുക്ക് ഓരോ ഇത് നമുക്ക് അള്ളാഹു തോന്നിപ്പിച്ച് തരും. ആ സമയത്ത് പെട്ടെന്നുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അപ്പോൾ അങ്ങനെ പ്രവാചകനും അള്ളാഹു പിന്നെന്ത് ചെയ്തു, ഈ ഹിജറക്ക് മുമ്പായിക്കൊണ്ട് അള്ളാഹു പ്രവാചകത്തെ അലിയറിലാണ് കിടക്കയിൽ കിടത്താനും അതുപോലെ തന്നെ മണൽ വാരി എറിയാനും ഒക്കെ തോന്നിപ്പിച്ചു കൊടുക്കും. അത് പ്രത്യേക ഒരു സ്ഥിതിവിശേഷമാണ്, അത് പ്രത്യേക ഒരു ഇടപെടലാണ്. മാലാഖമാരുടെ ഇടപെടലോ അല്ലെങ്കിൽ റൂഹുൽ ഖുദ്സിൻ്റെ ഇടപെടലോ എന്തൊക്കെയാണത്. ഉള്ളവരും ചെറിയ തോതിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്.
അള്ളാഹു നമ്മുടെ കൂടെയുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ ഹിറാ സൗർ ഗുഹയിൽ വെച്ചിട്ടും പ്രവാചകനെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലിൽ തേള് കുത്തിയപ്പോഴും ഒക്കെ പ്രവാചകൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഉമ്മനീര് പുരട്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് വേറെ ഡോക്ടറൊന്നും കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഉമ്മനീരിൽ കൊടുക്കുകയും അങ്ങനെ മാറുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ്റെ ഉമ്മനീരിന് അങ്ങനെയൊക്കെ പ്രത്യേക ശക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ചില മൗലവിമാരെന്ത് ബിരിയാണിയിലേക്ക് തുപ്പുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും നമുക്ക് നീതീകരിക്കാൻ കഴിയില്ല. തുപ്പുക എന്നൊക്കെ പറയുന്നത് മോശം സംഗതിയാണല്ലോ. ഉമ്മനീര് തേച്ച് കൊടുക്കുന്ന വ്യത്യാസമുണ്ട് അല്ലേ. മുറി വെറ്റുന്ന ഇടയിൽ ഉമ്മനീര് തേച്ച് കൊടുക്കുന്നത് കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പം തുപ്പലം കൊണ്ടൊക്കെ നമ്മൾ പിന്നെ പലതും ചെയ്യാറുണ്ടല്ലോ അല്ലേ. ഇപ്പം പണ്ടത്തെ ടാപ്പ് കാർഡിൻ്റെ ഹെഡ് തുടക്കുന്ന ടവലൊക്കെ തുപ്പലം കൂട്ടിയിട്ട് പണ്ടൊക്കെ തുടയ്ക്കാറുണ്ടായിരുന്നു, പിന്നെ സ്പിരിറ്റൊക്കെ വരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തുപ്പലം കൊണ്ട് ആ മുറി തടവുന്നത് പോലെയല്ലല്ലോ ബിരിയാണി ചെമ്പിലേക്ക് തുപ്പുന്നത്. അതൊരു മോശം സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പ്രവാചകന് ഉമ്മനീരിന് പ്രത്യേക ഇതൊക്കെ ഉണ്ട്, പദവിയുണ്ട്. നമ്മൾ നിരാകരിക്കരുത്. മുജാഹിദുകൾ പറഞ്ഞ മാതിരി ഒക്കെ നമ്മൾ തള്ളിപ്പെടുന്നത് യുക്തിവാദത്തിലേക്ക് പോകും. ജാമ്യരാജ്യം മുജാഹിദായിരുന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ ചേകന്നൂരിലേക്ക് പോയി, പിന്നെ നിരീശ്വരവാദത്തിലേക്കും പോയി. അപ്പോൾ അതാണ്. അപ്പം വല്ലാതെ നമ്മളൊക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരീശ്വരവാദത്തിലേക്ക് എത്തും. അപ്പോൾ സുന്നികളെപ്പോൾ വല്ലാതെ നമ്മൾ പിന്നെ ഷിർക്കിനതിലേക്ക് പോവുകയും ചെയ്യരുത്. ഒക്കത്തിനും ഇതാക്കുക, എല്ലാത്തിനും തുപ്പിക്കൊടുക്കുക, ഇതാക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അതും നമ്മൾ എപ്പോഴും ഒരു ലെവലിൽ നിൽക്കണം. ഒരു തുലാസിൻ്റെ സൂചി പോലെ കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ടും ചെയ്ത് ഇങ്ങോട്ടും ഷിർക്കിലേക്കും പോകരുത്, വളരെ യുക്തിവാദത്തിലേക്കും പോകരുത്. യുക്തിവാദത്തിലേക്ക് പോയി ഇപ്പോൾ അവസാന നിരീശ്വരത്തിലേക്കും എത്തിപ്പെടും, അതും പോകരുത്. ചെറിയ തോതിലൊക്കെ പോകണം. ഈ ഉള്ളവനെ സുന്നിപ്പള്ളിയിലും പോകാറുണ്ട്. വെള്ളിയാഴ്ച ജുമാ ഖുതുബയൊക്കെ എന്ത് ചെയ്തും മുജാഹിദ് പള്ളിയിലും പോകും. അപ്പോൾ അത് ഒരു ഇതാണ്. കാരണം വെച്ചാൽ നമുക്ക് മലയാള ഭാഷയിൽ നമ്മൾ ഖുതുബ വെച്ചാൽ പ്രഭാഷണം നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നത് നല്ലതാണ്. അതുപോലെ സുന്നികളെ കൂടെ ആകുമ്പോൾ അവരുടെ നിന്ന് പലതും പഠിക്കാനുണ്ട്. വെള്ള വസ്ത്രം ധരിക്കുക, തലയിൽ കെട്ടുക, അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചാണല്ലോ. വെള്ള ധരിക്കാനും തല മറയ്ക്കാനും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ഈ സുന്നികളിൽ കാണാം. അതുപോലെ തന്നെ സുബഹിസ്കരിക്ക് മുമ്പായി കൊണ്ട് അവർ പിന്നെ കിബിലൊക്കെ അഭിമുഖമായി കിടന്നിട്ട് ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമി പള്ളിയിൽ കാണില്ല. അങ്ങനെ പല ഗുണങ്ങളും സുന്നികളിൽ പഠിക്കാനുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയിലും പലതും പഠിക്കാനുണ്ട്, മുജാഹിദിലും പഠിക്കാനും. അപ്പോൾ എല്ലാത്തിലും നമ്മൾ പോവുക, അല്ലെങ്കിൽ അറിവ് നല്ല മാത്രം എടുക്കുക. തേനെടുക്കുന്ന മാതിരി എപ്പോഴും തേനെടുക്കുന്ന ഏറ്റവും നല്ല തേൻ നോക്കിയിട്ട് എടുക്കുക. ഒരു പുഷ്പത്തിൽ ചീത്ത തേനും നല്ല തേനും ഒക്കെ ഉണ്ട്. ആ നല്ല തേൻ എപ്പോഴാണ് വരുന്നത് അതിനറിയാം. അപ്പോൾ ആ സമയത്ത് തന്നെ പോയിട്ട് അത് എടുക്കും. അതാണ് അങ്ങനെ. അതുപോലെ എല്ലാ പ്രസ്ഥാനത്തിനും നല്ലതുണ്ട്, അത് നല്ലത് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ നന്മയുടെ പിറകെ പോവുകയും എല്ലാ നന്മയെയും തേനീച്ചയെപ്പോലെ നന്മകൾ മാത്രം സ്വീകരിക്കുകയും ഇങ്ങനെ യഥാർത്ഥ മുഅ്മിനായ സംശുദ്ധനായ ഒരു മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും മരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.